ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇമാജിനേഷനിലെ 3ാമത്തെ പാഠഭാഗമായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. എന്താണ്, ചില ആളുകൾ അവർ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ലൈഫിൽ, അല്ലേ? അവർ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫേമസ് ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആരൊക്കെയാണ്? സ്റ്റീവൻ വില്യം ഹോക്കിംഗ് ആരാണ്? ബ്രിട്ടീഷ് ഫിസിസ്റ്റാണ്, കോസ്മെറ്റോളജിസ്റ്റാണ് ആൻഡ് ഓതറാണ്. അതുപോലെ തന്നെ അരുണിമ സിൻഹ, അവർ ദ ഫസ്റ്റ് ഫീമെയിൽ ആംബിറ്റ്യൂ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് കയറിയ ഫസ്റ്റ് ഫീമെയിൽ ആണ്. അതുപോലെ രവീന്ദ്ര ജെയിൻ ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്, ലിറിക്സ്റ്റാണ്, ദെൻ പ്ലേബാക്ക് സിംഗറാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ പാഠഭാഗത്തും പഠിക്കാനുള്ളത്. നമുക്ക് വായിക്കാം. നൗ റീഡ് ആൻ എക്സേർട്ട് ഫ്രം ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. ഹെലൻ കെല്ലർ എന്ന ഒരു വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആരാണ് ഹെലൻ കെല്ലർ എന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഹെലൻ കെല്ലർ ആരാണെന്ന്. അബൌട്ട് ദ ഓതർ. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, യുഎസ്എയിലെ അലബാമയിലായിരുന്നു ഹെലൻ കെല്ലർ ജനിച്ചിരുന്നത്. ഷീ ലോസ്റ്റ് ഹെയർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്. എന്താണ്, അവർക്ക് 18 മാസമായപ്പോൾ അവരുടെ കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും നഷ്ടമായി. എന്തുകൊണ്ടാണ്? ഒരു അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസാണ് അവർക്ക്, തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബ്രെയിൻ ഡിസീസ് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഷീ വെൻറ്റ് ഓൺ ടു ബിക്കം ദ ഫസ്റ്റ് ഡിഫറെൻറ്റ് ആബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ തന്നെ ഇത്തരത്തിലുള്ള ഫസ്റ്റായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ഇവർ. Then she was considered one of 100 most influential people in the country. ആ കൺട്രിയിലെ ഒരു 100 ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിലെ ഒരാളായിരുന്നു ഇവർ. Then today Helen Keller is a symbol of determination, endurance and struggle. സ്ട്രഗിളിൻ്റെയും എൻഡുറൻസിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒരു സിമ്പിളായിട്ടാണ് ഹെലൻ കെല്ലറിനെ കാണുന്നത്. ഹെർ ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് എ റെക്കോർഡ് ഓഫ് ഹെർ സ്ട്രഗിൾസ് ആൻഡ് സക്സസ്. അവരുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത് എന്താണ്, അവരുടെ സ്ട്രഗിളും അതുപോലെ തന്നെ സക്സസിൻ്റെയും കഥയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. 1880 ജനിക്കുകയും 1968 മരണപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി കൂടെയാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ കഥ. അപ്പൊ നമുക്ക് വായിക്കാം, അല്ലേ? The beginning of my life was simple and much like every other little life. എന്താണ്, എൻ്റെ ജീവിതത്തിന്റെ ബിഗിനിങ്, എൻ്റെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. എങ്ങനെയുള്ളതായിരുന്നു? മച്ച് ലൈക്ക് എവ്രി അതർ ലിറ്റിൽ ലൈഫ്. എല്ലാ ചെറിയ കുട്ടികളുടെ ജീവിതം പോലെ, എല്ലാ ചെറിയ ജീവിതങ്ങളും പോലെ എൻ്റെ ജീവിതവും തുടക്കം വളരെ സിമ്പിളായിരുന്നു. I came, I saw, I conquered as the first baby in the family always does. എന്താണ്, I came, ഞാൻ വന്നു. I saw, ഞാൻ കണ്ടു. I conquered, ഞാൻ ആധിപത്യം നേടി. ഇവിടെ കോൺഗേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ ആധിപത്യം നേടുന്നതിനെയാണ് കോൺഗേർഡ് എന്ന് പറയുക. ഇവിടെയും അതേ മീനിങ് തന്നെയാണ്. എങ്ങനെയുള്ള ആധിപത്യമാണ്? ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡോസ്. ഞാനായിരുന്നു എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഫാമിലിയിലെ ഏറ്റവും ആധിപത്യമുള്ള ഒരു കുട്ടിയായിരിക്കും, അല്ലേ? അപ്പം അത്തരത്തിലുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ഈ ഒരു കുട്ടിയും. There was the usual amount of discussion on a name for me. എന്താണ്, എൻ്റെ പേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാണ്, അല്ലേ? The first baby in the family was not to be lightly named. Everyone was എംഫറ്റിക് അബൌട്ട് ദാറ്റ്. എല്ലാവരും പറഞ്ഞു ഫാമിലിയിലെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് തന്നെ ഒരു ലേറ്റ് നെയിമൊന്നും ഇടാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതായിരുന്നു, ഒപ്പീനിയൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര് വേണം എന്നുള്ള ഒപ്പീനിയൻ ആയിരുന്നു. My father suggested the name of Mildred Campbell. She was one of the highly estimated ancestors. എന്താണ്, അങ്ങനെ എൻ്റെ ഫാദർ സജസ്റ്റ് ചെയ്ത പേരാണ് മിൽഡേർഡ് ആംഫെൽ എന്നുള്ള പേര്. അത് ആരുടെ പേരാണ്? അത് എൻ്റെ ഫാമിലിയിലെ ഒരു ആൻസ്റ്റർ, ഒരു മുൻഗാമിയുടെ പേരായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഫാദർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. എന്താണ്, പക്ഷെ ആ പേരൊക്കെ സെലക്ട് ചെയ്തെങ്കിൽ പോലും, സജസ്റ്റ് ചെയ്തെങ്കിൽ പോലും ആ ഒരു പള്ളിയിലേക്ക്, ചർച്ചിലേക്ക്
ചർച്ചിലേക്ക് പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ ഫാദർ ആ പേര് മറന്നുപോയി. When the church minister asked him for it, he gave the name Helen Adams. അങ്ങനെ അവിടുത്തെ ഫാദർ പേര് ചോദിച്ചപ്പോൾ, അവിടുത്തെ മിനിസ്റ്റർ പേര് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത പേരെന്തായിരുന്നു? ഹെലൻ ആദംസ് എന്നായിരുന്നു. കാരണം മറ്റേ പേര് മറന്നുപോയിരുന്നു. I showed many signs of an eager, self-asserting disposing when I was still a baby. എന്താണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സയൻസ് ഞാൻ കാണിച്ചിരുന്നു. ഒരുപാട് എൻ്റെ സെൽഫ് അസേർട്ടിങ്, നമ്മൾ സ്വയം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനും ചെറിയ കുട്ടിയാകുമ്പോൾ കാണിച്ചിരുന്നു. I insisted upon imitating everything that I saw other people doing. എന്താണ്, ഞാൻ മറ്റുള്ളവരെന്താണോ ചെയ്യുന്നത് അത് ഞാനും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് എനിക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഞാനും ചെയ്തിരുന്നു. At 6 months I could pipe out how day. എന്താണ്, ഞാനൊരു 6 മാസമായപ്പോൾ ഞാനിങ്ങനെ അലറി വിളിക്കാൻ തുടങ്ങി. എന്താണ്, ഹൗ ഡേ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഹൗ ഡു യു ഡു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ചെറിയ കുട്ടിയല്ല, അപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനും അലറി വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് 6 months ആയപ്പോൾ. വൺ ഡേ, ഒരു ദിവസം, ഐ അട്രാക്ട് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടി ക്വിക്ലി പ്ലെയിൻലി. ഒരു ദിവസം ഞാനിങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. എന്താണ്, ഞാനിങ്ങനെ ടി എന്നിങ്ങനെ വളരെ ക്വയറ്റായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചു. Even after my illness, I remembered one of the word I had learned in these early months. ഞാൻ എൻ്റെ അസുഖങ്ങൾ, എൻ്റെ ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം, ഞാൻ എൻ്റെ അസുഖത്തിലായിരുന്നപ്പോൾ ഞാൻ അപ്പോഴും ഓർത്തിരുന്നു ഞാൻ പഠിച്ച ഒരു വാക്ക്. എന്തായിരുന്നു? ഏർലി മന്ത്സിൽ, ഞാൻ ആ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച ആ വാക്ക് ഞാൻ അപ്പോഴും ഓർത്തിരുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. ആ വേർഡായിരുന്നു വാട്ടർ എന്നുള്ള വേർഡ്. ഐ കണ്ടിന്യൂഡ് to make some sound for that word after all other speech was lost. എൻ്റെ എല്ലാ ശബ്ദവും എനിക്ക് നഷ്ടമായപ്പോഴും ഞാൻ ആ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. I stopped making the sound wa only when I learned to spell the word. പക്ഷേ എനിക്കെന്താണ്, വാ എന്ന് മാത്രമേ ആ സമയത്ത് എനിക്ക് പറയാൻ സാധിച്ചിരുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. Then they tell me I walked the day I was a year old. എന്താണ്, അവർ പറഞ്ഞിരുന്നു എനിക്ക് ഒരു വയസ്സായിരുന്നപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൻ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാബ്. എന്താണ്, എന്നെ മദർ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മദറിൻ്റെ മടിയിൽ ഇങ്ങനെ എടുത്തിരുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ flickering shadows of leaf that danced in the sunlight on the smooth floor. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഒരു ഫ്ലിക്കറിങ് ഷാഡോസ് ഒരു ലീഫിൽ വന്നിട്ട് ഒരു ഷാഡോ ഒരു ഇലയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടു. സൺലൈറ്റിൽ ഡാൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. I slipped from my mother's lap and almost ran toward them. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ നിന്നും എണീറ്റ് വേഗം അങ്ങോട്ട് ഓടി എന്നാണ് പറയുന്നത്. But the impulse was quickly gone. I fell down and cried for her to take me up in her arms. എന്താണ്, ആ സമയത്ത് ഞാൻ ഓടി, ഒരു വയസ്സാണ്, അപ്പോൾ ആ സമയത്ത് ഓടിയപ്പോൾ ഞാൻ തെന്നി വീണു. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ എടുത്തിട്ട് ആ അമ്മയുടെ കൈകളിൽ എന്നെ വെച്ചു എന്നാണ് പറയുന്നത്. Then these happy days did not last long. ഈ ഒരു ഹാപ്പി ഡേയ്സ് ഒന്നും എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് 1 year, ഒരു വർഷം മാത്രം. വൺ ബ്രീഫ് സ്പ്രിംഗ്, ഒരു സ്പ്രിങ്ങിൻ്റെ സമയത്ത് വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലഡിയസ് സോങ്. ആ സമയത്ത് എന്താണ്, സ്പ്രിങ് ആയപ്പോൾ റോബിനും മോക്കിംഗ് ബേർഡൊക്കെ ഇങ്ങനെ നല്ല മെലഡിയസ് സോങ് ഒക്കെ പാടാൻ തുടങ്ങിയിരുന്നു. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. സമ്മർ എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂമിംഗ് റോസുകളൊക്കെ ഇങ്ങനെ ബ്ലൂം ചെയ്ത് വിരിഞ്ഞു നിൽക്കുകയും ഫ്രൂട്ട്സ് ഒക്കെ വരികയും ചെയ്യുന്ന സമയം. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട് ആൻഡ് എ ഷെഡിങ് ലീവ്സ്. ഓട്ടം എന്ന് പറയുന്നത് ഗോൾഡൻ ഫ്രൂട്ട്സിൻ്റെയും ഇല കൊഴിയുന്ന കാലത്തിൻ്റെയുമാണ്. ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഫെബ്രുവരിയിലാണ് അത് സംഭവിച്ചത്. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്ററിൻ്റെ പകുതിയിൽ വെച്ച്. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് which closed both my eyes and ears forever. ആ സമയത്താണ് എനിക്ക് എൻ്റെ ഇൽനെസ് എന്നെ പിടികൂടിയത്. അതിനുശേഷം
എന്താണ് എൻ്റെ ഐസും ഇയേഴ്സും ഒക്കെ എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ് ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. എന്താണ് ഡോക്ടർ വിചാരിച്ചു ഞാൻ ഇനി ഒരിക്കലും ജീവിക്കില്ല എന്ന് വിചാരിച്ചു. ബട്ട് എന്താ സംഭവിച്ചത്? ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ എൻ്റെ പനിയൊക്കെ മാറിയിരുന്നു. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. ആ രാവിലെ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു. ബട്ട് നോ വൺ, പക്ഷെ ആർക്കും, നോട്ട് ഈവൻ ദ ഡോക്ടർക്ക് പോലും, നോ ദാറ്റ് ഐ വുഡ് നെവർ സീൻ ഓർ ഹിയർ അഗെയിൻ. അപ്പോൾ ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ ഇനി ഒരിക്കലും കേൾക്കുകയുമില്ല കാണുകയുമില്ല എന്നുള്ളത്. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. എനിക്കിപ്പോഴും ആ ഒരു ഇൽനെസ്സിനെ, ഈ രോഗത്തെ കുറിച്ചിട്ട് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ള മെമ്മറീസ് ആണുള്ളത്. ഐ എസ്പെഷ്യലി റിമെമ്പർ ദാറ്റ് ടെഡർനെസ് വിച്ച് മദർ ട്രൈ ടു സൂത്തി മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. എന്താണ് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് ഈ ഒരു വയ്യാത്ത സമയത്ത് എന്നെ ഇങ്ങനെ സൂത്ത് ചെയ്യുന്നതും ആ ഒരു തലോടലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു ശരിക്കല്ലാത്ത ഉറക്കത്തിന് ശേഷമുള്ള ആ ഒരു പെയിനും എനിക്കുണ്ടായിരുന്നില്ല ആ ഒരു ടയേർഡ്നെസ്സും എല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ ടേൺ മൈ ഐസ് ഓൾവേസ് ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്. ലൈറ്റിൽ നിന്നും എപ്പോഴും ഞാൻ എൻ്റെ ഐസിനെയൊക്കെ എപ്പോഴും തിരിച്ചിരുന്നു. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ ലൈക്ക് എ നൈറ്റ് മെയർ. പക്ഷെ എനിക്കെന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഒരു നൈറ്റ് മെയർ പോലെയാണെന്നാണ് പറയുന്നത്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. പിന്നെ ഗ്രാജുവലി പതുക്കെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഡാർക്ക്നെസ്സുമായിട്ടും ഈ സൈലൻസുമായിട്ടും ഒക്കെ ഞാനിങ്ങനെ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. ഞാൻ എന്ത് ചെയ്തു, ഞാനെല്ലാം മറന്നു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബാക്കിയെല്ലാം ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് ഞാനപ്പോൾ മറന്നിട്ട് ഈ ഒരു സൈലൻറ്റും ഈ ഒരു ഡാർക്ക്നെസ്സൊക്കെ ഞാനിങ്ങനെ സ്നേഹിച്ചു തുടങ്ങി. അതുമായിട്ട് ഞാനിങ്ങനെ യൂസ്ഡ് ആവാൻ തുടങ്ങി. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. ഇതിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ്? എൻ്റെ ടീച്ചറാണ്. എൻ്റെ ടീച്ചറാണ് എൻ്റെ ഈ ഒരു എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ആ ഒരു സ്പിരിറ്റ് തന്നത് എൻ്റെ ടീച്ചറായിരുന്നു. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ ആദ്യത്തെ 19 മാസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഐ ഹാഡ് കോട്ട് ക്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. എന്താണ് ഐ ഹാഡ് കോട്ട് എ ഗ്ലിംസസ് ഓഫ് ബ്രോഡ്. വിശാലമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്ക് അന്ന് പിടിച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഗ്രീൻ ഫീൽഡ്, എ ലൂമിനസ് സ്കൈ, അതുപോലെ തന്നെ തിളങ്ങുന്ന ആകാശം, അതുപോലെ തന്നെ ട്രീസ്, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും എനിക്ക് ആ സമയത്ത് എനിക്ക് എല്ലാം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദം ഔട്ട്. എന്താണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്? ഇനി എൻ്റെ കൂടെ എപ്പോഴും, എൻ്റെ കൂടെപ്പിറപ്പായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ ഹെലൻ കെല്ലറിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ കൂട്ടുകാർക്കും ഇതിൽ നിന്നും ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും. കാരണം അത്രയും ചെറിയ കുട്ടി, അത്രയും ആ ഒരു 19 മാസമാണ് ആ കുട്ടി ജീവിച്ചത്. ആ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടി പഠിച്ചെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിലും ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇനി ഇതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.